ക്രിസ്തീയ ലോകം ഇന്ന് യേശുവിൻ്റെ പുനരുത്ഥാന ദിനം ആഘോഷിക്കുകയാണ്. ഇവിടെയും യൂട്യൂബിലുമായി എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പുനരുത്ഥാന ദിന ആശംസകൾ. വ്യാഴാഴ്ച ഡോക്ടർ ബാബു എം ജോർജ് സഹോദരൻ എഴുതിയ അഗ്നിശോധനയിലും പറഞ്ഞു തീരാത്ത സന്തോഷം എന്ന പുസ്തകം, അതായത് അപ്പോസ്തലനായിട്ടുള്ള പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ കമൻട്രിയുടെ പ്രകാശനം നടത്താൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസികൾ കൈവശം സൂക്ഷിക്കുവാൻ പറ്റിയ ഒരു നല്ല നിലവാരമുള്ള പുസ്തകമാണ് ഈ പുസ്തകം. കൂടാതെ ഗുഡ് ഫ്രൈഡേയിൽ നമുക്ക് ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ മരണത്തെ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി. അതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അഥവാ നമ്മുടെ പുനരുത്ഥാനത്തിൻ്റെ ആണിക്കല്ല് എന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ മഹത്വകരമായ പ്രത്യാശ എന്നത് നാം മരിച്ചാലും ഒരു നാൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കും എന്നതാണ്. എന്നാൽ ഇത് ഒരു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിയുടെ പ്രത്യാശയാണ്. കാരണം വിശ്വാസത്യാഗത്തിനെതിരെ പല മുന്നറിയിപ്പുകളും ദൈവവചനം നൽകിയിരിക്കുന്നു. എന്നാൽ ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുന്നേറിയാൽ അത് നമ്മുടെ ആ പ്രത്യാശ നഷ്ടപ്പെടുന്നതിന് ഇടയായിത്തീരും. അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. വിശ്വാസത്യാഗത്തിനെതിരെ ജാഗ്രത പുലർത്തുവാനുള്ള എബ്രായ ലേഖനത്തിലെ 5 മുന്നറിയിപ്പുകളിൽ 2-ാമത്തെ മുന്നറിയിപ്പാണ് എബ്രായ ലേഖനത്തിൽ നിന്നും ഇന്ന് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെയധികം കോൺട്രവേഴ്സി അഥവാ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള വേദഭാഗങ്ങളാണിവ. ക്രിസ്ത്യാനികൾക്കിടയിലെ ഏറ്റവും വിവാദ വിഷയമാണ് ഒരു വിശ്വാസിക്ക് തൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന വിഷയം. ഇതിൽ വൈകാരികതയും അടങ്ങിയിരിക്കുന്നു. കാരണം ഒരു കാലത്ത് ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുകയും ചില ശുശ്രൂഷകളിൽ പങ്കുകാരാകുകയും ചെയ്ത പ്രിയപ്പെട്ടവർ കർത്താവിൽ നിന്ന് ഇന്ന് വളരെ അകലെയാണ് എന്ന് കേൾക്കുമ്പോൾ അത് നമ്മെ വേദനിപ്പിച്ചേക്കാം. അയാൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നോ എന്ന ചിന്ത നമ്മെ ആശ്ചര്യപ്പെടുത്തിയേക്കാം. നമ്മുടെ ഹൃദയം അദ്ദേഹം രക്ഷിക്കപ്പെട്ടതാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മെ സംശയത്തിലാഴ്ത്തുന്ന പല വേദഭാഗങ്ങൾ നാം ബൈബിളിൽ കാണുന്നു. സുവിശേഷ വിഹിതർക്കിടയിൽ രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ച് 3 പ്രധാന ക്യാമ്പുകളാണ് ഉള്ളത്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു, എന്നാൽ അദ്ദേഹത്തിന് രക്ഷ നഷ്ടമായി എന്ന് അർമേനിയൻ വിശ്വാസം മുറുകെ പിടിക്കുന്നവർ പറയുന്നു. അവർ അങ്ങനെ പറയുവാനുള്ള കാരണം രക്ഷയെ പ്രാഥമികമായി മനുഷ്യൻ്റെ തീരുമാനമായിട്ടാണ് അവർ കാണുന്നത്. വിശ്വസിക്കുവാനുള്ള നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളെ രക്ഷിക്കുന്നത് എങ്കിൽ വിശ്വാസം നിഷേധിക്കുവാനുള്ള നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ രക്ഷയെ നഷ്ടമാക്കുന്നു. ദൈവമക്കൾക്ക് സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്ന റോമർ 8:1, റോമർ 8:29 മുതൽ 36 വരെ വാക്യങ്ങൾ, യോഹന്നാൻ 10 പോലുള്ള അനേകം വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ഈ വീക്ഷണം ഞാൻ തള്ളിക്കളയുന്നു. വിശ്വാസികൾക്ക് രക്ഷ നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നവരിൽ 2 ക്യാമ്പുകളുണ്ട്. രക്ഷ സുരക്ഷിതമായിരിക്കാൻ പേഴ്സീവറൻസ് അഥവാ സ്ഥിരോത്സാഹം ആവശ്യമില്ലെന്ന് അതിൽ ഒരു കൂട്ടർ വാദിക്കുന്നു. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എപ്പോഴും രക്ഷിക്കപ്പെട്ടിരിക്കും എന്നതാണ് അവരുടെ മുദ്രാവാക്യം. രക്ഷ നേടുന്നതിന് സ്ഥിരോത്സാഹം ആവശ്യമാണെന്ന് പറഞ്ഞാൽ
അത് പ്രവർത്തികളെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് അവർ വാദിക്കുന്നു. അന്തിമ രക്ഷ സ്ഥിരോത്സാഹത്തെ ആശ്രയിച്ചിരിക്കുന്നു എങ്കിൽ രക്ഷയുടെ ഉറപ്പ് നൽകുക അസാധ്യമാണെന്ന് അങ്ങനെയുള്ളവർ വാദിക്കുന്നു. വിശ്വാസം മനുഷ്യൻ്റെ തീരുമാനമാണെന്ന അർമേനിയൻ വീക്ഷണവുമായി ഇത് ഒത്തുപോകുന്നു. പുനർജനിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു ദാനമല്ല, മറിച്ച് വിശ്വാസം നാം വലിക്കുന്ന ഒരു ലിവർ പോലെയാണ്. ഒരിക്കൽ നാം ആ ലിവർ വലിച്ചാൽ രക്ഷയുടെ എല്ലാ നേട്ടങ്ങളും നമ്മിലേക്ക് ഒഴുകുന്നു. നമുക്ക് ആ പ്രക്രിയയെ അഥവാ ഒഴുക്കിനെ തടയുവാൻ കഴിയുകയില്ല. നമുക്ക് ആ ആനുകൂല്യങ്ങൾ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ കൂടി അവ എപ്പോഴും നമ്മുടേതായിരിക്കും. വിശ്വസിച്ചതിന് ശേഷം നാം എങ്ങനെ ജീവിക്കുന്നു എന്നത് നമ്മുടെ ശാശ്വതമായ വിധിയെയോ സുരക്ഷിതത്തെയോ യാതൊരു നിലയിലും ബാധിക്കയില്ലെന്ന് അങ്ങനെയുള്ളവർ വിശ്വസിക്കുന്നു. ഈ ആശയത്തോടും ഞാൻ വിയോജിക്കുന്നു. ഇനി മൂന്നാമത്തെ വീക്ഷണം എന്ന് പറയുന്നത് റിഫോംഡ് വ്യൂ ആണ്. റിഫോംഡ് വ്യൂ, നവീകരണ ദൈവശാസ്ത്ര വീക്ഷണം. ഈ ആശയം ഇപ്രകാരമാണ്: രക്ഷിക്കുന്ന വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസ്യർ 2:8-9 വാക്യങ്ങൾ, എബ്രായ ലേഖനം 12:2, ഫിലിപ്പിയർ 1:29, അങ്ങനെ തുടങ്ങി നിരവധി വേദഭാഗങ്ങൾ രക്ഷിക്കുന്ന വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പസ്തോലനായ പത്രോസിന് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവരാണ് വിശ്വാസികളെന്ന് 2 പത്രോസ് 1:1 നാം വായിക്കുന്നു. ദൈവം നമ്മെ രക്ഷിക്കുമ്പോൾ ഈ വിശ്വാസം നമുക്ക് പകർന്നു നൽകുന്നു. രക്ഷ ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെയും ശക്തിയെയും ആശ്രയിച്ചിരിക്കുന്നു. തൻ്റെ മഹത്തായ കൃപയുടെ പുകഴ്ചയ്ക്കായി താൻ ആരംഭിച്ചത് പൂർത്തിയാക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ആയതിനാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതുവരെ വിശ്വാസത്തിൽ പേഴ്സീവിയർ ചെയ്യും, അഥവാ ഉറച്ചു നിൽക്കും എന്നതാണ് ഈ വീക്ഷണം. സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈ വീക്ഷണം തെറ്റായ വിശ്വാസം ഉണ്ടെന്ന് കാണിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ചിലർ, ദോസ് ഹു പ്രൊഫസ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, പിന്നീട് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. അങ്ങനെ അവരുടെ വിശ്വാസം യഥാർത്ഥമല്ലെന്ന് തെളിയിക്കുന്നു. എന്നാൽ രക്ഷിക്കുന്ന വിശ്വാസം അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ പേഴ്സീവിയറിങ് ഫെയ്ത്ത് ആണ്. രക്ഷിക്കുന്ന വിശ്വാസം അതിൻ്റെ സ്വഭാവത്താൽ തന്നെ നിലനിൽക്കുന്ന വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് ഉള്ളതാണെന്നതിൻ്റെ തെളിവാണ് വിശ്വാസത്തിൽ ഒരു വ്യക്തി നിലനിൽക്കുന്നത് എന്നത്. അതിനർത്ഥം നിലനിൽക്കുന്ന വിശ്വാസം പ്രയാസരഹിതമോ യാന്ത്രികമോ ആണെന്നല്ല. ഉപാധികളും ലക്ഷ്യങ്ങളും ദൈവം നിശ്ചയിക്കുന്നു. രക്ഷയിലുള്ള ദൈവത്തിൻ്റെ പരമാധികാരം ഒരിക്കലും മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെ നിരാകരിക്കുന്നില്ല. ദൈവം താൻ രക്ഷിക്കുന്ന എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുവാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ബാധ്യസ്ഥരാണ്. താൻ തിരഞ്ഞെടുത്ത എല്ലാവരും ഒടുവിൽ രക്ഷപ്പെടുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നുവെങ്കിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള പ്രബോധനം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരമാധികാരവും മാനുഷിക ഉത്തരവാദിത്വവും പരസ്പര വിരുദ്ധമല്ല.
വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള പ്രബോധനമാണ് ഇന്നത്തെ നമ്മുടെ പ്രബോധനം, ഇന്നത്തെ നമ്മുടെ പാഠമെന്നത്. യഥാർത്ഥ വിശ്വാസികൾ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുകയും പരീക്ഷണ സമയങ്ങളിൽ തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കുകയും ചെയ്യും. വിശ്വാസത്യാഗത്തിനെതിരെ സ്ഥിരോത്സാഹത്തിന് ആഹ്വാനം ചെയ്യുന്ന ഇന്നത്തെ വേദഭാഗം വായിച്ച് അതിൻ്റെ എക്സ്പൊസിഷനിലേക്ക് നമുക്ക് കടക്കാം. അതിനായി എബ്രായ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 12 മുതൽ 19 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 12 മുതൽ 19 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കാം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ കർത്താവേ, അങ്ങയിൽ വിശ്വസിക്കുവാനും അങ്ങയെ പിൻപറ്റുവാനും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാത്തത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നതാണ് സുവിശേഷത്തിൻ്റെ മഹത്വം എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ദൈവം രക്ഷ മാത്രമല്ല, ഈ മഹത്തായ രക്ഷയിൽ വിശ്വസിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് ദാനമായി നൽകുന്നു. രക്ഷിക്കുന്ന വിശ്വാസത്തിൽ തങ്ങളെ നിലനിർത്തുവാൻ മതിയായതാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇതിൽ ദൈവത്തിൻ്റെ പരമാധികാരവും എന്നാൽ ജാഗ്രതയോടെ ജീവിപ്പാനുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വവും അടങ്ങിയിരിക്കുന്നു. ദൈവം തൻ്റെ വചനത്തിലൂടെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളെ ശ്രദ്ധിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കുമാറാകണമേ. ആമേൻ. ഈ വേദഭാഗത്തിൻ്റെ കേന്ദ്ര ആശയം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. അവിശ്വാസവും പാപപൂർണവുമായ ഒരു ദുഷ്ടഹൃദയത്തിനെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തുന്നില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ്. ആകയാൽ പാപത്തിൻ്റെ വഞ്ചനയാൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം വിശ്വാസികൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും അന്ത്യത്തോളം സുവിശേഷ പ്രത്യാശയിൽ നിലനിൽക്കുകയും ചെയ്യുക. കാരണം നാം ക്രിസ്തുവിൽ പങ്കുകാരാകുന്നു. ഞാൻ ആവർത്തിക്കാം. അവിശ്വാസവും പാപപൂർണവുമായ ഒരു ദുഷ്ടഹൃദയത്തിനെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തുന്നില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ ഗുരുതരമാണ്. ആകയാൽ പാപത്തിൻ്റെ വഞ്ചനയാൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ആയതിനാൽ വിശ്വാസികൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും സുവിശേഷ പ്രത്യാശയിൽ അന്ത്യത്തോളം നിലനിൽക്കുകയും ചെയ്യുക. കാരണം നാം ക്രിസ്തുവിൽ പങ്കുകാരാകുന്നു. പേഴ്സീവറൻസ് അഗൻസ്റ്റ് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗത്തിനെതിരെ സ്ഥിരോത്സാഹം എന്നതാണ് ഈ വേദഭാഗത്തിന് ഞാൻ നൽകുവാൻ ഉദ്ദേശിക്കുന്ന തലക്കെട്ട് എന്നത്. വിശ്വാസത്യാഗത്തിനെതിരെ സ്ഥിരോത്സാഹം. വിശ്വാസികളിൽ സ്ഥിരോത്സാഹം നിലനിർത്തുന്നതിനായി ഇസ്രയേലിൻ്റെ നെഗറ്റീവായ ദൃഷ്ടാന്തമാണ് ലേഖനകാരൻ ഇവിടെ ഉപയോഗിക്കുന്നത്.
സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ പ്രബോധനം ഇവിടെ ആരംഭിക്കുന്നത്. അതിനർത്ഥം ഇത് അവിശ്വാസികൾക്ക് നൽകുന്ന കൽപ്പനയല്ല, മറിച്ച് സഹോദരീ സഹോദരന്മാർക്ക് നൽകുന്ന കൽപ്പനയാണ്. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ ശ്രദ്ധിക്കുക, നോക്കുവിൻ എന്നതാണ് 12-ാം വാക്യത്തിലെ മുഖ്യ ക്രിയാപദം എന്ന് പറയുന്നത്. ടേക്ക് കെയർ. അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബ്ലിപ്പോ എന്ന വാക്കാണ്. അതിനർത്ഥം ബി കെയർഫുൾ, വാച്ച് ഔട്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, ജാഗ്രത പുലർത്തുക. ആക്റ്റീവ് വോയിസിലും ഇംപറേറ്റീവ് മൂഡിലുമാണ് ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇത് ഒരു വർത്തമാനകാല ക്രിയയും അതേസമയം ഒരു കൽപ്പനയുമാണ്. എന്നുവെച്ചാൽ തുടർമാനമായി നാം ശ്രദ്ധിക്കേണ്ട അഥവാ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമായിട്ട് ഇത് ഇരിക്കുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ വിശ്വാസത്യാഗത്തിനെതിരെ ശക്തമായി അപേക്ഷിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുക, ഈ സത്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ജാഗ്രതയോടെ അതിനെ പിന്തുടരുക. ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിക്കുക. അപ്പോൾ വിശ്വാസത്യാഗത്തിനെതിരെ ജാഗ്രത പാലിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം പാപകരമായ അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നതാണ്. ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഈ ഒരു കൽപ്പന സൂചിപ്പിക്കുന്നത് ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പാപപൂർണവും അവിശ്വാസവുമുള്ള ഒരു ഹൃദയമുണ്ട് എന്ന കാര്യമാണ്. പാപപൂർണവും അവിശ്വാസവുമുള്ള ഒരു ഹൃദയമുണ്ട്. മത്തായി സുവിശേഷം 13:3-9 വരെയുള്ള ആ വിതക്കാരൻ്റെ ഉപമയിൽ വചനം വിതയ്ക്കപ്പെടുന്ന 4 സ്ഥലങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നത് നമുക്കറിയാം. വഴികരികെ വീണത് പറവകൾ തിന്നുകളഞ്ഞു, പാറസ്ഥലത്ത് വീണത് മുളച്ചു വന്നെങ്കിലും ക്ഷണത്തിൽ അത് കരിഞ്ഞുപോയി, മുള്ളിനിടയിൽ വീണത് ഞെരുങ്ങിപ്പോയി, പിന്നെ നല്ല നിലത്ത് വീണത് മാത്രമാണ് മേനിയിൽ വ്യത്യാസമുണ്ടെങ്കിലും ഫലം പുറപ്പെടുവിച്ചത്. നമ്മുടെ ഹൃദയം ഏതിൽ ഉൾപ്പെടുന്നു എന്നതാണ് ചോദ്യം. ഇവിടെ സ്വയം പരിശോധന ആവശ്യം. അപ്പോൾ നിങ്ങൾ ജാഗരൂകരാകണം, അഥവാ ശ്രദ്ധാലുവായിരിക്കണം. അങ്ങനെ ഒരു ഹൃദയം ഉണ്ടാകുവാനുള്ള സാധ്യത ഇല്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു കൽപ്പന നൽകേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. തിരുവെഴുത്തിലെ ഹൃദയം എന്ന വാക്ക് രക്തം പമ്പ് ചെയ്യുന്ന അവയവത്തെ സൂചിപ്പിക്കുവാനല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ കേന്ദ്രഭാഗത്തെ സൂചിപ്പിക്കുന്നു. അതായത് യുക്തിയും വികാരങ്ങളും ഇച്ഛാശക്തിയും അന്യോന്യം പ്രവർത്തിക്കുന്ന ഇടം, അല്ലെങ്കിൽ തീരുമാനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശം നൽകുന്നതുമായിട്ടുള്ള ഇടം. ദൈവത്തെ അവിശ്വസിക്കുവാൻ തീരുമാനിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അവിശ്വാസമുള്ള ഹൃദയത്തെയാണ് ദുഷ്ടഹൃദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാം മോശമെന്ന് കരുതുന്ന അനേകം പാപങ്ങളുണ്ട്. ഉദാഹരണമായി വ്യഭിചാരം, കൊലപാതകം, ലൈംഗിക പീഡനം എന്നിവ. അവിശ്വാസത്തെ ഒരു പാപമായി പലപ്പോഴും നാം കാണാറില്ല. എന്നാൽ ബൈബിൾ അവിശ്വാസമുള്ള ഹൃദയത്തെ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഹൃദയത്തെ, അതല്ലെങ്കിൽ ദൈവത്തെയും അവൻ്റെ വാഗ്ദത്തങ്ങളെയും വിശ്വസിക്കാത്ത ഹൃദയത്തെ ദുഷ്ടഹൃദയമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദുഷ്ടഹൃദയം. എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കും, എന്നാൽ ദൈവം പറയുന്നത് വിശ്വസിക്കുവാൻ മനസ്സില്ലാത്ത ഹൃദയത്തോട് ദൈവം ക്ഷമിക്കുകയില്ല.
അവിശ്വാസമാണ് ഹൃദയത്തെ പാപപൂർണമാക്കുന്നത്. ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവിശ്വാസത്തിൻ്റെ ദുഷിച്ച ഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വം അകന്നു പോകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. സങ്കീർത്തനം 95 നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ വിശ്വാസത്യാഗത്തെ ചൂണ്ടിക്കാട്ടി എഴുത്തുകാരൻ വർത്തമാനകാല വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അവിശ്വാസത്തിൻ്റെ ദുഷിച്ച ഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അതിന് വിരുദ്ധമായി ഒരു ആത്മാർത്ഥ ഹൃദയം നമുക്ക് ആവശ്യമാണ്. വിശ്വാസം നൽകുന്ന ഉറപ്പിലൂടെ ദൈവത്തോട് അടുക്കുവാൻ പ്രാപ്തനാക്കുന്ന ഹൃദയമാണ് ഒരു ആത്മാർത്ഥ ഹൃദയം എന്നത്. ഒരു ആത്മാർത്ഥ ഹൃദയം നമുക്ക് ഉണ്ടാകണം. മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ കൃപയും ന്യായവിധിയും വർഷങ്ങളോളം അനുഭവിച്ചിട്ടും അവൻ്റെ വഴികളെ അറിയാതിരുന്ന, വിശ്വാസത്താലും അനുസരണത്താലും അതിനോട് പ്രതികരിക്കാതിരുന്ന ഇസ്രായേലിൻ്റെ ദൃഷ്ടാന്തം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ലേഖനകാരൻ ഈ മുന്നറിയിപ്പ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓരോ തലമുറയിലും ഉള്ള വിശ്വാസികൾക്ക് മുന്നിലും ഈ ഒരു മുന്നറിയിപ്പുണ്ട്. കാരണം വിശ്വാസികൾ ഒരു മരുഭൂ യാത്രയിലാണ്. അവരിതുവരെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഓരോ പുതിയ സാഹചര്യങ്ങളെയും ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തെ അനുസരിച്ചും നേരിടാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം വിശ്വാസികൾ പ്രകടിപ്പിക്കണം. ഇതാണ് വിശ്വാസികൾക്ക് മുന്നിലെ വെല്ലുവിളി എന്നത്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്നു എന്നതാണ് ഒരു ദുഷ്ടഹൃദയം ചെയ്യുന്നത്. ദൈവത്തെ വിഗ്രഹങ്ങളുമായി തുലനപ്പെടുത്തി ജീവനുള്ള ദൈവമെന്നും വിഗ്രഹങ്ങളെ ജീവനില്ലാത്തവ എന്നും വചനത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ജെറമ്യ 10-ാം അധ്യായം. മാത്രമല്ല, ചരിത്രത്തിൽ അവൻ തൻ്റെ ജനത്തോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത ദൈവമാണ്. മൂകവിഗ്രഹങ്ങൾക്ക് അതിന് കഴിയുകയില്ല. അതിനെ വയ്ക്കുന്നിടത്ത് അതിരിക്കും, കിടത്തിയാൽ അത് കിടക്കും, അത് ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെടുകയില്ല. എന്നാൽ ജീവനുള്ള ദൈവം നാം എങ്ങനെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. നാം എങ്ങനെ ജീവിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ദൈവമാണ്. അത് അനുസരിപ്പാനുള്ള ബാധ്യത ഓരോ വിശ്വാസിക്കുമുണ്ട്. ഇനിയും ജീവനുള്ള ദൈവം ജീവൻ പ്രദാനം ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ പിന്നെ ആർക്കാണ് ജീവൻ നൽകാൻ കഴിയുക? എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസികളിൽ ചിലർ ക്രിസ്തുവിനോടുള്ള തങ്ങളുടെ സമർപ്പണം ഉപേക്ഷിച്ച് യഹൂദ മതത്തിൻ്റെ സുരക്ഷിതത്തിലേക്ക് തിരിയുന്നതാണ് ജീവനുള്ള ദൈവത്തിൽ നിന്ന് ഉള്ള അകന്നുപോകലായി ലേഖനകാരൻ കാണുന്നത്. ഇന്നത്തെ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ വിട്ട് ഏത് മതത്തിലേക്ക് തിരിഞ്ഞാലും ഇത് തന്നെയാണ് നാം ചെയ്യുന്നത്. വാസ്തവത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അവനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നവർ ജീവനുള്ള ദൈവത്തെയും അവൻ്റെ കൃപാപൂർവമായ രക്ഷാകര പദ്ധതിയെയും ഉപേക്ഷിച്ച് പോകുന്നവരാണ്. അതിനുള്ള പ്രതിവിധി എന്താണ് എന്നാണ് തുടർന്ന് ലേഖനകാരൻ നമ്മോട് പറയുന്നത്. 13-ാം വാക്യം. നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. പാപകരവും അവിശ്വാസവുമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കുവാനുള്ള പ്രതിവിധി എന്നത് ദൈവവചനം കേൾക്കുമ്പോൾ അതിനോട് മത്സരിച്ചുകൊണ്ട് ഹൃദയം കഠിനപ്പെടാതിരിക്കുവാൻ പരസ്പരം പ്രബോധിപ്പിക്കുക എന്നതാണ്. അപ്പോൾ രണ്ടാമതായി ഞാൻ ഈ വേദഭാഗത്തു നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, പരസ്പരം പ്രബോധിപ്പിച്ചുകൊണ്ട് ആരുടെയും ഹൃദയം കഠിനപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ വചനം എപ്പോഴൊക്കെ നിങ്ങൾ കേൾക്കുന്നുവോ
അപ്പോഴൊക്കെയും അത് അനുസരിക്കുവാനായിട്ട് ശ്രദ്ധ വയ്ക്കുക. ദൈവവചനം നിങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും നാം മനസ്സ് വയ്ക്കുക. ഇനി വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ മനസ്സിലാകാത്തത് വല്ലതുമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുവാൻ നാം ഉത്സാഹമുള്ളവരായിരിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകളെ അവഗണിച്ച് മുന്നേറുന്നത് അപകടകരമാണ്. അത് ആവർത്തിക്കുമ്പോൾ പാപത്തോടുള്ള സെൻസിറ്റിവിറ്റി നമുക്ക് നഷ്ടമാകും. പുരോഗമനാത്മകമായി നിങ്ങളുടെ ഹൃദയം ദൈവവചനത്തോട് മത്സരിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഹൃദയം എന്നേക്കും കഠിനപ്പെട്ട അവസ്ഥയിൽ ആയിത്തീരും. അങ്ങനെ പാപം ഒരു ശക്തി പോലെ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ വചനത്തെ സംശയിക്കുന്നതിലേക്കും ദൈവഹിതത്തോട് എതിർത്ത് നിൽക്കുന്നതിലേക്കും നിങ്ങളെ നയിക്കും. അങ്ങനെയുള്ള പെരുമാറ്റത്തിൽ ഒരുവൻ തുടർന്നാൽ അവൻ ദൈവത്തോട് നിസ്സംഗത പുലർത്തുവാനും ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനും ദൈവത്തിൻ്റെ വാഗ്ദത്ത സ്വസ്ഥതയിൽ പ്രവേശിപ്പാതിരിപ്പാനും ഇടയായിത്തീരും. പാപത്തിൻ്റെ ഏറ്റവും വലിയ വഞ്ചന എന്നത് ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിച്ചാലും ഒരു പരിണതഫലവും ഉണ്ടാവുകയില്ല എന്നതാണ്. പാപത്തിൻ്റെ ഏറ്റവും വലിയ വഞ്ചനയാണിത്. അതായത് ദൈവത്തിൻ്റെ വചനത്തെ അവഗണിച്ചാലും അതിനെ തിരസ്കരിച്ചാലും അതിനെ എതിർത്താലും ഒരു പരിണതഫലവും ഉണ്ടാവുകയില്ല. അത് സാത്താൻ്റെ വലിയ ഒരു വഞ്ചനയാണ്. അതിനെതിരെ വിശ്വാസികൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നാണ് ഈ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് പറയുന്നത്. ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. നമ്മുടെ കൂട്ടായ്മയുടെ ഒരു പ്രധാന വശം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്ന് സങ്കീർത്തനം 95:7 പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ഓരോ സമയവും ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ എന്നതിന് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക് പാരാക്കലൈൻ എന്ന വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം അഭ്യർത്ഥിക്കുക, ഉത്ബോധിപ്പിക്കുക, പ്രബോധിപ്പിക്കുക എന്നൊക്കെയാണ്. വിശ്വാസികളെ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും നിലനിർത്തുക എന്ന ഉദ്ദേശ്യത്തോടെ അവരെ ഉപദേശിക്കുക, ശാസിക്കുക, അവരോട് അഭ്യർത്ഥിക്കുക. ഒരാളെ വിശ്വാസത്തിൽ നിലനിർത്താൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക. ഫോണിൽ സംസാരിക്കാം, ആ വ്യക്തിയെ ചെന്ന് നമുക്ക് കാണാം, അങ്ങനെ പലതും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരുന്നാലേ ഞാൻ സഭയിലേക്ക് വരൂ, ആരെങ്കിലും എൻ്റെ പിന്നാലെ നടന്ന് എന്നെ നിർബന്ധിച്ചാലേ ഞാൻ ആരാധനയിൽ സംബന്ധിക്കൂ എന്നൊക്കെയാണ് ഒരുവൻ ചിന്തിക്കുന്നത് എങ്കിൽ സാരമായ എന്തെങ്കിലും തകരാറ് നിങ്ങൾക്കുണ്ട് എന്ന് ചിന്തിച്ചു കൊള്ളുക. കാരണം മറ്റാരുടെയും നിർബന്ധം കൂടാതെ ദൈവത്തെ ആരാധിക്കുവാൻ മതിയായ കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കില്ല എങ്കിൽ സുവിശേഷത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും പരപൂരകമായിരിക്കുന്നത് പോലെ സാമൂഹിക ഉത്തരവാദിത്വവും വ്യക്തിഗത ഉത്തരവാദിത്വവും പരപൂരകമായിരിക്കണം. ഓരോ വിശ്വാസിയെയും വ്യക്തിപരമായി വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ആ നിലയിൽ എബ്രായ ലേഖനം എങ്ങനെയാണ് വിശ്വാസികൾ പരസ്പരം ശുശ്രൂഷിക്കേണ്ടത് എന്നതിന് ഇത് ഒരു നല്ല മാതൃകയാണ്. മാത്രമല്ല, ചിലരുടെ അവിശ്വാസം സഭയെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നതിനാലും ഈ വിഷയത്തിൽ നാം അധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം ഞാൻ വായിക്കുകയാണ്. എബ്രായ ലേഖനം 12:12
15 മുതൽ 16 വരെ വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം വായിക്കുന്നു: ജാഗ്രതയായിരിപ്പിൻ, ആരും ദൈവകൃപ വിട്ടു പിന്മാറുവാനും വല്ല കയ്പുള്ള വേരും മുളച്ചു പൊങ്ങി കലക്കമുണ്ടാക്കി അനേകർ അതിനെ മലിനപ്പെടുവാനും ഇടയാകുമല്ലോ. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. 2 ആഴ്ച മുമ്പ് കേരളത്തിൻ്റെ വടക്കൻ ജില്ലയിൽ നിന്നും ഒരു സഹോദരൻ എൻ്റെ ഭവനത്തിൽ വന്നു. സംസാരത്തിനിടയിൽ തൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കാര്യവും താൻ പങ്കുവയ്ക്കുകയുണ്ടായി. ഈ പെൺകുട്ടി സ്നാനപ്പെട്ടതും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതും സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ പെൺകുട്ടി ഒരു ഹിന്ദു പയ്യനുമായി ഒളിച്ചോടി. പിന്നെ അവർ വിവാഹം ചെയ്തു എന്നാണ് കേൾക്കുവാനിടയായത്. ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖവും പ്രയാസവും തോന്നി. കർത്താവായ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായിട്ടുള്ള ബന്ധമില്ലാതെ ഒരു ക്രിസ്ത്യാനി എന്ന പേരിൽ സഭയിൽ വരുവാനും എല്ലാ ആത്മീയ പരിപാടികളിൽ സംബന്ധിക്കുവാനും ഒരു വ്യക്തിക്ക് സാധിക്കും. അവർ സഭയിൽ വരുന്നു, എല്ലാ ആഴ്ചയും വചനം കേൾക്കുന്നു. ഒരു വിശ്വാസിയുമായി അവിശ്വാസിക്ക് ഇണയില്ലാപ്പിണ കൂടുവാൻ അല്ലെങ്കിൽ വിവാഹബന്ധം പാടില്ല എന്നതൊക്കെ അവർ കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഈ വചനമൊന്നും അവരുടെ ഹൃദയത്തെ ഒട്ടും സ്വാധീനിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ സംഭവിക്കാതെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ വിശ്വാസിയിലും നിക്ഷിപ്തമാണ്. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത്. അതിനായി നാം ആഴ്ചയിലെ എല്ലാ ദിവസവും ആരാധനയ്ക്കായിട്ട് കൂടേണ്ട ആവശ്യമില്ല. പ്രത്യേക ചെറിയ ഗ്രൂപ്പുകളായി അല്ലെങ്കിൽ 2x2 ആയി അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലിലൂടെ മറ്റ് വിശ്വാസികളെ നമുക്ക് വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള പ്രായോഗിക കാര്യങ്ങൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നമുക്ക് ചർച്ച ചെയ്യുവാനായിട്ട് സാധിക്കും. കുട്ടികൾ ഉയർന്ന ക്ലാസ്സിലാണ്, അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ ഒത്തിരിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് മക്കളെ ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത് അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതിന് കുട്ടികളെ തടയാതിരിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. മൂന്നാമതായി, വിശ്വാസത്തിനെതിരെ ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകുവാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായിട്ട് 14-ാം വാക്യം നമുക്ക് വായിക്കാം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. മലയാള പരിഭാഷയിൽ അതുകൊണ്ട് എന്ന വാക്കില്ല. ഇവിടെ ഇങ്ങനെയാണ് അത് പരിഭാഷ ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായിരിക്കുന്നുവല്ലോ. ഇംഗ്ലീഷിൽ ഫോർ വി ഹാവ് കം ടു ഷെയർ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വേദഭാഗം ആരംഭിക്കുന്നത്. അത് കാണിക്കുന്നത് മുകളിൽ പറഞ്ഞ പ്രസ്താവനയുടെ കാരണം എന്താണ് എന്നാണ് തുടർന്ന് പറയുന്നത് എന്നാണ് ഈ വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്നും മൂന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, വിശ്വാസത്യാഗത്തിനെതിരെയുള്ള മുന്നറിയിപ്പിന് കാരണം നാം ക്രിസ്തുവിൽ പങ്കുകാരായിരിക്കുന്നു എന്നുള്ളതാണ്. നാം ക്രിസ്തുവിൽ പങ്കുകാർ. 3-ാം അധ്യായത്തിൻ്റെ 6-ലെ വാക്യത്തിന് സമാനമായ വാക്യമാണ് ഈ 14-ാം വാക്യം. അവിടെ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. 14-ാം വാക്യം പറയുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഒരേ കാര്യം വ്യത്യസ്ത വാക്കുകളിൽ ഇവിടെ പറയുകയാണ്. രണ്ടിൻ്റെയും വ്യവസ്ഥ എന്നത് ഒന്ന് തന്നെയാണ്. വിശ്വാസ സത്യം
അവസാനത്തോളം മുറുകെ പിടിക്കുക. 3:6 ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കുന്നത് കൊണ്ട് അവൻ ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗമാകും എന്നല്ല ഇവിടെ പറയുന്നത്. മറിച്ച് നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നാം ദൈവഭവനത്തിലെ അംഗമായിരിക്കുന്നതിനാൽ പ്രത്യാശയുടെ ധൈര്യം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്നാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവഭവനത്തിലെ അംഗമാകാൻ വേണ്ടി പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിക്കുകയല്ല, ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നാം ദൈവഭവനത്തിലെ അംഗമായി തീർന്നിരിക്കുന്നു. ആ കാരണത്താൽ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിക്കുക. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ് ദൈവഭവനത്തിലെ അംഗം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിക്കും. എന്നാൽ ഒരു പ്രൊഫസിംഗ് ക്രിസ്ത്യൻ തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ പ്രതികൂലങ്ങളോ നേരിട്ടാൽ തങ്ങളുടെ വിശ്വാസം തള്ളിക്കളഞ്ഞ് തൻ്റെ വഴിക്ക് പോകും. തങ്ങൾ ക്രിസ്ത്യാനിയായി തീർന്നതിൻ്റെ ഭൗതിക നേട്ടമൊന്നും ലഭിച്ചില്ല എന്ന് കണ്ടാൽ അവർ ക്രിസ്ത്യാനിറ്റി വിട്ട് മറ്റെന്തിലേക്കെങ്കിലും മാറും. അവർ എന്തിനു വേണ്ടിയാണ് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചത് അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ചത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതേസമയം രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനി അതിൻ്റെ എവിഡൻസ്, അതിൻ്റെ തെളിവ് ഏത് പ്രതികൂല സാഹചര്യത്തിലും നിലനിർത്തും. ക്രിസ്തുവിലുള്ള വിശ്വാസം തള്ളിക്കളയാതെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ വിശ്വാസി എന്നത്. ഇതിനെയാണ് പേഴ്സീവറൻസ് ഓഫ് സെയിൻസ് എന്ന് വേദശാസ്ത്രികൾ വിശേഷിപ്പിക്കുന്നത്. പേഴ്സീവറൻസ് ഓഫ് സെയിൻസ്. അതിനൊരു നിർവചനം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: പേഴ്സീവറൻസ് ഓഫ് സെയിൻസ് ഈസ് എ ക്രിസ്ത്യൻ ടീച്ചിങ് ദാറ്റ് അസേർട്സ് ദാറ്റ് വൺസ് എ പേഴ്സൺ ഈസ് ട്രൂലി ബോൺ ഓഫ് ഗോഡ് or regenerated by the indwelling of the Holy Spirit, they will continue doing good works and believing God until the end of their life. അതായത് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസത്താൽ ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചാൽ അവർ സൽപ്രവൃത്തികൾ ചെയ്യുകയും അവരുടെ ജീവിതാവസാനം വരെ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യും. ഈ ഉപദേശത്തെ വിശുദ്ധരുടെ സ്ഥിരോത്സാഹം അഥവാ വിശുദ്ധന്മാരുടെ സംരക്ഷണം എന്ന് വിളിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവൻ്റെ ജീവിതം തൻ്റെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം പ്രകടമാക്കും. രചയിതാവ് 3:6 ഉപാധികളോടെയുള്ള വാദം വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ച് 14 വാക്യത്തിൽ ആവർത്തിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം കാര്യത്തിൻ്റെ ഗൗരവത്തെ വായനക്കാരുടെ ഹൃദയത്തിൽ അങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കാര്യത്തിൻ്റെ ഗൗരവത്തെ വായനക്കാരുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കുക. അതുകൂടാതെ നമ്മുടെ ആത്മവിശ്വാസത്തിലും നാം അഭിമാനിക്കുന്ന പ്രത്യാശയിലും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്ന വ്യവസ്ഥയോടുകൂടിയ പ്രസ്താവന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഇപ്പോഴത്തെ നേട്ടത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആ നേട്ടമെന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാണ്. നാം ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങൾ. മറ്റും വല്ലതും കണ്ടുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചത് എങ്കിൽ ദൈവഭവനത്തിലെ അംഗം എന്നതിന് തീരെ വിലയുണ്ടാവുകയില്ല. ഇപ്പം എനിക്ക് വേണ്ടത് ആ അവിശ്വാസിയുമായിട്ടുള്ള വിവാഹമാണ്, അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബിസിനസ്സാണ് വലുത്. ഇതിനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് എങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക:
ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് മായയായതിൻ്റെ പിന്നാലെ പോകാതെ എന്നേക്കും നിലനിൽക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കുക. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷത്തിൻ്റെ വിശ്വാസ സത്യയെ മുറുകെ പേടിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് 3:14 ആവർത്തിക്കുന്നത്. അതുവഴി ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. ഇവിടെ അവസാനം വരെ മുറുകെ പിടിക്കുക എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് സുവിശേഷത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെല്ലാം പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുന്നതുവരെ മുറുകെ പിടിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് ഉള്ളത്. എബ്രായർ 10:23 ഇത് ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ്റെ വിശ്വസ്തതയെ നാം ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ള ദൈവത്തിൻ്റെ ദാനമാണ് നമ്മെ മഹത്വപ്പെടുത്തുന്ന പ്രത്യാശ എന്നത്. തുടർന്നുള്ള 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്യാഗത്തിൻ്റെ പരിണതഫലത്തെ ഇസ്രയേലിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ വായനക്കാരുടെ ഹൃദയത്തിൽ അങ്ങനെ ആണിയടിച്ച് ഉറപ്പിക്കുകയാണ് ലേഖനകാരൻ. അതിനായി 15-ാം വാക്യത്തിൽ 95-ാം സങ്കീർത്തനത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ ആവർത്തിക്കുന്നു. തുടർന്ന് 16 മുതൽ 18 വരെ വാക്യങ്ങളിൽ ഇതിലെ ആശയത്തെ 3 ചോദ്യോത്തരങ്ങളിലൂടെ 12 മുതൽ 14 വരെ ഉള്ള വാക്യങ്ങളിലെ മുന്നറിയിപ്പുമായിട്ട് ലേഖനകാരൻ ബന്ധിപ്പിക്കുകയാണ്. 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുതേ എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രൂദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. നാം മുന്നമേ ചിന്തിച്ച സങ്കീർത്തന വേദഭാഗത്തെ ആസ്പദമാക്കി ലേഖനകാരൻ 3 ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് താൻ തന്നെ ഉത്തരം നൽകുകയും ചെയ്യുന്നു. ലേഖനകാരൻ ചോദിക്കുന്ന 1-ാമത്തെ ചോദ്യം, ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? അതിനുള്ള ഉത്തരം, മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. 2-ാമത്തെ ചോദ്യം, 40 ആണ്ട് ആരോട് ക്രൂദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? 3-ാമത്തെ ചോദ്യം, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ഈ ചോദ്യോത്തരങ്ങളുടെ കൺക്ലൂഷനാണ് 19-ാം വാക്യം. അങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഈ വാക്യങ്ങളിൽ ഇസ്രയേൽ ചെയ്ത 3 പാപങ്ങൾ എന്ന് പറയുന്നത് മത്സരം, പാപം, അനുസരണക്കേട് എന്നിവയാണ്. അതിൻ്റെ ഫലമായി ദൈവം അവരോട് കോപിച്ചു. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവർ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. ഈ കാരണത്താലാണ് എബ്രായ വിശ്വാസികൾക്ക് ലേഖനകാരൻ 12-14 വാക്യങ്ങളിൽ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കുവാൻ ജാഗ്രത പാലിക്കുക. എഴുത്തുകാരൻ ഈ ചോദ്യോത്തര രീതി അവലംബിച്ചതിൻ്റെ ഉദ്ദേശ്യം സങ്കീർത്തനക്കാരൻ്റെ സന്ദേശത്തിൻ്റെ പ്രാധാന്യം വായനക്കാരൻ്റെ ഹൃദയത്തിൽ അങ്ങനെ പതിയണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. മോശ ഈജിപ്തിൽ നിന്ന് നയിച്ചവരാണ് മരുഭൂമിയിൽ വെച്ച് കേൾക്കുകയും
ദൈവത്തിനെതിരെ മത്സരിക്കുകയും ചെയ്തത്. ഉണങ്ങിയ നിലത്തുകൂടി കടലിലൂടെ കടന്നു പോകുമ്പോൾ ഫറവോൻ്റെ സൈന്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള വിടുതൽ അവർ അനുഭവിച്ചു. പുറപ്പാട് 14. അവർ യാത്ര തുടരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള അവൻ്റെ നിരന്തരമായിട്ടുള്ള കരുതലിനെക്കുറിച്ച് അവർക്ക് ദൈവം പതിവായി മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു. പുറപ്പാട് 16 മുതൽ 19 അധ്യായങ്ങൾ. ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുവാൻ കഴിയും വിധം അവർക്ക് എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തിരുന്നു. എന്നാൽ കാദേശ് ബർണയിൽ വെച്ച് അവർ പാപം ചെയ്തതിനാൽ അവരുടെ ശരീരം മരുഭൂമിയിൽ നശിച്ചു പോകുവാൻ ഇടയാകും വിധം ദൈവം അവരോട് 40 വർഷത്തോളം കോപിച്ചു. സംഖ്യാപുസ്തകം 14 അധ്യായം. തങ്ങളുടെ അവകാശം കൈവശപ്പെടുത്തുവാനായിട്ട് വിളിക്കപ്പെട്ടപ്പോൾ അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ഇതിൻ്റെയൊക്കെയും ഫലമായി തങ്ങൾ ഒരിക്കലും അവൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കയില്ലെന്ന് ദൈവം അവരിൽ ഭൂരിഭാഗത്തോടും സത്യം ചെയ്തു. അവരുടെ അവിശ്വാസത്തിൽ നിന്ന് ഉയർന്നു വന്ന നിരവധി വിമത പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയായിരുന്നു ഈ ദാരുണമായിട്ടുള്ള അന്ത്യം. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ അടുക്കൽ വന്നവരും അവരുടെ ഇടയിൽ അവൻ്റെ ആത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവരും മരുഭൂമിയിലെ ഇസ്രയേല്യർ ചെയ്തതുപോലെ അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട രക്ഷയിൽ നിന്ന് ഒഴുകിപ്പോകുന്നതിനെതിരെ വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് ലേഖനകാരൻ ഇവിടെ. ഡേവിഡ് പീറ്റേഴ്സൺ എന്ന ദൈവദാസൻ ഈ മുന്നറിയിപ്പ് ഖണ്ഡികകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: എബ്രായ ലേഖനത്തിൻ്റെ വിശാലമായ വാദത്തിൻ്റെ ഭാഗമായി ഇവയെ കണക്കാക്കുന്നുവെങ്കിൽ ദൈവത്തോട് ഒപ്പമുള്ള തങ്ങളുടെ നിലയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും അവൻ ആഗ്രഹിക്കുന്ന നിലയിൽ സ്ഥിരോത്സാഹം കാണിക്കുവാനുള്ള കഴിവിനെക്കുറിച്ചും വിശ്വാസികൾ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ തങ്ങളുടെ രക്ഷാഭദ്രതയെ പ്രതി ആകുലചിത്തരാകേണ്ട ആവശ്യമില്ല. കാരണം അവർ ദൈവവചനത്തിലെ മുന്നറിയിപ്പുകളെ അതിൻ്റെ ഗൗരവത്തിൽ വീക്ഷിക്കുന്നു. അവർ കർത്താവിൻ്റെ കയ്യിൽ പിടിച്ചാൽ കർത്താവ് അവരുടെ മുകളിൽ കൈവച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇതുവരെ ഞാൻ പറഞ്ഞത് വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷയുടെ ഭദ്രത അഥവാ പേഴ്സീവറൻസ് ഓഫ് സെയിൻസ് എന്നതും ബൈബിളിൻ്റെ ഉപദേശമാണ്. അതേസമയം വ്യാജവിശ്വാസികൾ അഥവാ അവിശ്വാസികൾ സഭയിലുണ്ടാകാം. അത് സ്വയപരിശോധന നടത്തി അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയമാണ് എൻ്റേത് എന്ന് ഉറപ്പാക്കുക. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ പ്രായോഗികമായി ചെയ്യേണ്ടത് വിശ്വാസികളുമായി ബന്ധം പുലർത്തി മുന്നോട്ട് പോകുക. അവരുടെ ഉപദേശങ്ങളും ശാസനകളും തങ്ങളുടെ നന്മയ്ക്കാണെന്ന് കരുതി അവയെ സ്വീകരിക്കുക. ദൈവവചനത്തോട് മത്സരിക്കാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുക. മൂന്നാമതായി, നാം ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങൾ ആയതുകൊണ്ടാണ് ഇതൊക്കെയും ശ്രദ്ധിക്കുവാനായിട്ട് ലേഖനകാരൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. സുവിശേഷം വാഗ്ദാനം ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളും പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുന്നതുവരെ ക്രിസ്തുവിനെ നാം മുറുകെ പിടിക്കുക. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.